Fine crafted traditional collections. Siren 3 by Chungat Jewelry. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. കാലടി ഗ്രാമപഞ്ചായത്തിൽ UDFന്റെ ഏകാധിപത്യ ഭരണമെന്ന് ആരോപണം. LDFന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡന്റിനു വേണ്ടി തുള്ളരുതെന്ന് CPM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് KK ഷിബു. ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷാംഗങ്ങളുമായി ഒരു വിഷയത്തിലും ചർച്ച നടത്താതെ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും ഏകാധിപത്യ ഭരണം നടത്തുകയാണെന്ന ആരോപണമാണ് ഇടതുമുന്നണി ഉന്നയിക്കുന്നത്. ഗൗരവതരമായ പ്രശ്നങ്ങൾ പോലും പ്രതിപക്ഷത്തിൽ നിന്ന് മറച്ചുവെക്കുന്നു. 1 വർഷമായി ഈ നിലപാടാണ് ഭരണസമിതി തുടർന്നു വരുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന പച്ചക്കറി മാർക്കറ്റിന്റെ ഉദ്ഘാടനം സംബന്ധിച്ച് പഞ്ചായത്ത് കമ്മിറ്റിയിൽ പോലും ചർച്ചയുണ്ടായില്ല. പ്രസിഡന്റിന്റെയും ഭരണസമിതിയുടെയും ഈ തന്നിഷ്ടം അനുവദിക്കാനാകില്ലെന്ന് LDF വ്യക്തമാക്കുന്നു. CPM അങ്കമാലി ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് KK ഷിബു പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി നിയമപരമല്ലാത്ത കാര്യങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് വേണ്ടി തുള്ളേണ്ട കാര്യമില്ല. ഇതിന് പഞ്ചായത്ത് രാജ് ആക്ടും അതിന് ചട്ടങ്ങളും നിയമങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. പഞ്ചായത്തിന്റെ പണം മുടക്കി ഒരു സ്ഥാപനം, അത് പച്ചക്കറി മാർക്കറ്റോ സൂപ്പർ മാർക്കറ്റോ മിനി സിവിൽ സ്റ്റേഷനോ പഞ്ചായത്ത് കെട്ടിടോ അതല്ലെങ്കിൽ അംഗൻവാടി കെട്ടിടോ ഇത് ആരംഭിക്കുന്നതിൽ ആർക്കും വിരോധമില്ല. കാലടി പഞ്ചായത്ത് നമ്മുടെ അങ്കമാലി ബ്ലോക്കിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്തും അതോടൊപ്പം തന്നെ തനത് വരുമാനം വേണ്ടത്രയുള്ള ഒരു പഞ്ചായത്തുമാണ്. പക്ഷേ പഞ്ചായത്ത് ഇന്നത്തെ ഭരണസമിതിയുടെ സമീപനം എന്താ? ഇന്ന് അങ്കമാലി ബ്ലോക്കിനകത്ത് ഇത്രയും കുത്തഴിഞ്ഞ ഒരു ഭരണ സംവിധാനമുള്ള ഏതെങ്കിലും പഞ്ചായത്തിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? നമുക്ക് കഴിയില്ല. കാരണം ഈ പഞ്ചായത്ത്, ഈ കാലടി ഗ്രാമപഞ്ചായത്ത്, ഇതിന്റെ പ്രസിഡന്റും ഇതിനകത്തുള്ള കോൺഗ്രസിന്റെ വാർഡ് മെമ്പർമാരും എല്ലാവരും കൂടി ആ രീതിയിൽ ഈ പഞ്ചായത്തിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ജനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സമീപനമാണ് സ്വീകരിച്ചു വരുന്നത്. അങ്കമാലി MLAക്ക് തോന്നുമ്പോൾ കല്ലിടാനുള്ള വേദിയാണോ പഞ്ചായത്തിന് ഭൂമിയും പഞ്ചായത്തിന് ഫണ്ടും? അങ്കമാലി MLAക്ക് തോന്നുമ്പോൾ ഫണ്ട് പിന്നെ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ തന്റെ ഫണ്ട് ചെലവഴിക്കണം, MLA ഫണ്ട് ചെലവഴിക്കണം. പഞ്ചായത്ത് ഒരു തദ്ദേശ ഭരണ സ്ഥാപനമാണ്. പഞ്ചായത്ത് ഒരു പ്രാദേശിക ഗവൺമെന്റ് ആണ്. പ്രാദേശിക ഗവൺമെന്റ് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്ത് അതിന്റെ കമ്മിറ്റി കൂടി ചർച്ച നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ എസ്റ്റിമേറ്റ് എടുത്ത് എസ്റ്റിമേറ്റ് അതിന്റെ AIS അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടി, അതിന്റെ ടെക്നിക്കൽ സാങ്ഷൻ കിട്ടി, അത് ടെൻഡർ ചെയ്ത് ആ ടെൻഡർ ഉറപ്പിച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പോയി കല്ലിടേണ്ടത് അല്ലേ? ഇതിനൊക്കെ നിയമവശങ്ങളുണ്ട്. ഈ നിയമവശങ്ങൾ മനസ്സിലാക്കാതെ 3, 2, 5 പേപ്പർ കക്ഷത്തിൽ ചുരുട്ടി വെച്ച് മുണ്ട് മടക്കി കുത്തി ആളുകളോട് എംബോക്കിയായി മെക്കെട്ട് കയറുന്ന ഇന്നത്തെ പ്രസിഡന്റ്, ആ പ്രസിഡന്റിന് ഇത് മനസ്സിലാവില്ല. ഇത് ഇവിടെ കാര്യം മാത്രമാണോ? മാണിക്യമംഗലം ചിറയുടെ ചുറ്റും അവിടെ പ്രസിഡന്റിന് ബോഡി ബിൽഡിംഗ് ആരംഭിക്കാമാണ്, ജിമ്മി പോമാണ്. തോട്ടപ്പള്ളി ജിമ്മി പോമാണ്. മാണിക്യമംഗലത്ത് തുറയുടെ ആ ഒരു ഭാഗത്തായി ഇപ്പോ നമ്മുടെ MLA കൂടി, MLA ജിമ്മി പോയിക്കൊണ്ടിരുന്ന അപ്പൊ പുള്ളിക്ക് പോകാൻ പറ്റണല്ലോ, തണ്ടൽവേനെന്ന് പറഞ്ഞിട്ടത്. ഇപ്പോ തോട്ടപ്പള്ളി പോകുമാണ്. തോട്ടപ്പള്ളി ഇപ്പോ അവിടെ ഒരു കെട്ടിടം പണിയാൻ തീരുമാനിക്കുന്നു. അവിടെ കെട്ടിടം പണിയുമ്പോ മാണിക്യമംഗലത്തുള്ള തുറ, അവിടെയുള്ള അതിന്റെ വികസനം, അതിന്റെ ഭാവി സാധ്യതകൾ, ടൂറിസം സാധ്യതകൾ എല്ലാം പരിശോധിച്ചുകൊണ്ട് അല്ലേ ഒരു കെട്ടിടം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യേണ്ടത്. ആ വിഷയത്തിനകത്ത് ജനങ്ങൾ ഇവിടെയുള്ള പഞ്ചായത്ത് മെമ്പർമാർ ചർച്ച ചെയ്തോ? പഞ്ചായത്ത് പണി തീരുമാനിച്ചോ? അന്ന് എംബോക്കിയായ പ്രസിഡന്റ് എന്നിട്ട് ലേഖനമെഴുത്ത വാട്സാപ്പില് ആ വാർഡിലെ മെമ്പർക്ക് യാതൊരു അധികാരവും ഇല്ലാത്രേ. ആ മെമ്പറുടെ പേര് വെക്കണ്ട്,
ആ മെമ്പറുടെ പേര് പിന്നെ കല്ല് കൊത്തിവെക്കണ്ട, ആ മെമ്പറുടെ പേര് നോട്ടീസ് അടിക്കണ്ട. ഇതെന്താ തോട്ടപ്പള്ളിയുടെ തറവാട്ട് സ്വത്താണോ ഈ മാണിക്യമംഗലം തുറ എന്ന് പറയുന്നത്? ഈ തോട്ടപ്പള്ളി എന്ന് പറയുന്ന പ്രസിഡന്റിന്റെ തറവാട്ട് സ്വത്താ? നിന്റെ തറവാട്ടിൽ നിന്ന് കുന്നാണോ ഇവിടെ കെട്ടിടം പണിയത്? അല്ലല്ലോ. പഞ്ചായത്ത് ഫണ്ട് വെച്ച് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് കെട്ടിടം പണിയുമ്പോ ബന്ധപ്പെട്ട മെമ്പർമാരടക്കം പേര് വെച്ച് അവരൊക്കെ ആശംസ അർപ്പിച്ച് അതിന് അവസരം കൊടുത്ത് മാന്യമായി ചെയ്യുവാൻ ഉത്തരവാദിത്തം കാണിക്കണം. ആര്? ഈ പഞ്ചായത്ത് പ്രസിഡന്റ്. അല്ലെ, ശങ്കര കോളേജിൽ പഠിച്ചപ്പോ മുണ്ട് മടക്കി കുത്തി നടക്കുന്ന രീതിയിൽ ആ ശൈലി സ്വീകരിച്ച് കള്ളും കുടിച്ച് വന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളുകൾ അംഗീകരിക്കോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ആ പണി അവസാനിപ്പിക്കാൻ നല്ലത്. അങ്ങ് കാലി പോലീസ് സ്റ്റേഷനിൽ പോയി അഭ്യാസം കാട്ടി 10 ദിവസം കിടന്നവനല്ലേ, 10 ദിവസം അകത്ത് കിടന്നു. കാലി ജയിലില്ലേ, ആലുവ സബ് ജയിൽ അറിയില്ലേ, തോട്ടപ്പള്ളി വെച്ചാൽ മതി. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സബ് ജയിലിൽ എന്തൊക്കെ രാവിലെ കിട്ടും, ഉച്ചയ്ക്ക് എന്തൊക്കെ കിട്ടും, വൈകിട്ട് എന്തൊക്കെ കിട്ടും, പിന്നെ എങ്ങനെ അവിടെ കക്കൂസിന് പോകാൻ പറ്റും, എങ്ങനെ മൂത്രമൊഴിക്കാൻ പോകാൻ പറ്റും, എങ്ങനെ മുണ്ടുടക്കാൻ പറ്റും എന്നൊക്കെ തോട്ടപ്പള്ളിക്ക് അറിയാം. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് പോയതല്ല, ഇവിടെയുള്ള KSUവിന്റെ ക്രിമിനലുകളായിട്ടുള്ള ആളുകൾ, കുട്ടികൾ അക്രമം നടത്തി, മറ്റ് വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചു. അതിനടിസ്ഥാനത്തിൽ പോലീസ് എന്നു. പോലീസ് ഇവിടുത്തെ CI ഇവർക്ക് മനസ്സിലായില്ല. അവർ കരുതിയ CI അനൂപ് എല്ലാ CIമാരെ പോലെ ഈ വിറച്ചേക്കുന്ന ആളാണ്, കാശ് മേടിക്കുന്ന ആളാണ്, മണ്ണടിപ്പിക്കുന്ന ആളാണ്, അങ്ങനെ എല്ലാ കൊള്ളകൾക്ക് കൂട്ടിക്കുന്ന ആൾ നിലയ്ക്കുക. ഈ MLA ധരിച്ചത്, ഈ പ്രസിഡന്റ് ധരിച്ചത്. അത് പ്രസിഡന്റ് അല്ല ഈ തോട്ടപ്പള്ളി. MLA രക്ഷപ്പെട്ടു. MLA ഭാഗ്യം കൊണ്ട് പിന്നെ മുങ്ങിയിട്ട് പിന്നെ നിവർന്നിട്ടില്ല. ജാമ്യം എടുത്ത ശേഷം നിവർന്നുള്ളൂ. തോട്ടപ്പള്ളി എന്ന് പറ്റി, തോട്ടപ്പള്ളി ചെന്ന് പെട്ടു, പോലീസും പെടുത്തി, അങ്ങനെ ജയിലിൽ കിടക്കേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ട് നിയമവിരുദ്ധ പ്രവർത്തനം ഈ കാലടിക്കകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ ഒരു നോബൽ പ്രൈസ് കിട്ടാവുന്ന തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നേതാവാണ് ഇന്നത്തെ ഈ കാലടിയിലെ പഞ്ചായത്ത് പ്രസിഡന്റ്. പഞ്ചായത്ത് ഫണ്ട് പ്രസിഡന്റിന്റെ കുടുംബ സ്വത്തല്ലെന്നും പ്രസിഡന്റിനു വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറി തുള്ളരുതെന്നും KK ഷിബു ആവശ്യപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PK കുഞ്ഞപ്പൻ അധ്യക്ഷനായിരുന്നു. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റി ഇവിടെ കൂടിയിട്ട് ഏതാണ്ട് 14 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഈ 14 ദിവസത്തിനിടയ്ക്ക് എല്ലാ ദിവസങ്ങളും ഇവിടെ മെമ്പർമാർ വന്നു പോകുന്നുണ്ട്. പലവിധ കാര്യങ്ങളായിട്ട് നമ്മൾ പഞ്ചായത്തിന് നമ്മൾ വരികയും അതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ കാണാറുമുണ്ട്. പക്ഷേ ഇദ്ദേഹം ഈ കാര്യത്തെപ്പറ്റി ഒരക്ഷരം സംസാരിക്കുകയോ ഈ നാടിൻ്റെ വികസനവും, അതായത് കാലടി പഞ്ചായത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിവിധ രാഷ്ട്രീയ നേതാക്കൾ, അല്ലെങ്കിൽ വിവിധ രാഷ്ട്രീയമായും മറ്റേ രീതിയിലുള്ള ആളുകൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. ഈ ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ്. നമുക്കറിയാം നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു ഉദ്ഘാടന പരിപാടി ഇവിടെ നടപ്പിലാക്കുമ്പോൾ അത് പഞ്ചായത്ത് മെമ്പർമാരായ സുഹൃത്തുക്കൾ അറിയണ്ടേ? അത് അറിയിക്കുന്നതിന് ഇത്തരത്തിലുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യപരമായ ഒരു നിലപാട് ആണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ പറയാൻ സാധിക്കുകയുള്ളൂ. ഇടതുമുന്നണി നേതാക്കളായ ബേബി കാക്കശ്ശേരി, മാത്യൂസ് കോലഞ്ചേരി, ജസ്റ്റിൻ ജോർജ്, ഗോപകുമാർ കാരിക്കോത്ത്, മത്തായി പൂഴിക്ക, ടൗൺ വാർഡ് മെമ്പർ PB സജീവ് എന്നിവർ പ്രസംഗിച്ചു. ഞങ്ങൾ ഈ പഞ്ചായത്ത് അംഗങ്ങളെല്ലാം സെക്രട്ടറിയെ സമീപിച്ചുകൊണ്ട് ഇന്നലെ നടന്ന ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അതിൽ നടന്നിട്ടുള്ള അപാകതകളെ സംബന്ധിച്ച് കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് പ്രസിഡന്റ് നടത്തിയ നടപടികളെ സംബന്ധിച്ച് സെക്രട്ടറിയെ ഞങ്ങൾ കണ്ട് പരാതി ബോധിപ്പിക്കുകയുണ്ടായി. പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഏകാധിപത്യപരമായ നിലപാടുകൾ ഈ പ്രസിഡന്റ് ചുമതല ഏറ്റതിന് ശേഷം ഒരു കാര്യത്തിലും പഞ്ചായത്ത് അംഗങ്ങളുമായി സഹകരിച്ചല്ല മുന്നോട്ട് പോകുന്നത്. കാലടിയുടെ വികസന പ്രവർത്തനങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ അംഗങ്ങളെയും കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ചുമതലയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് സങ്കുചിത താല്പര്യത്തിന് അടിമപ്പെട്ടുകൊണ്ട് ഏതാനും ചില ശിങ്കടികൾ ഒരുമിച്ചുകൊണ്ട് തനിക്ക് തോന്നുന്ന രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണ്. ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ പാടില്ല. സെക്രട്ടറിയുടേതായ റോള് വഹിക്കണം. സെക്രട്ടറിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് തെറ്റായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ ആ സെക്രട്ടറിയാണ് നിലയ്ക്ക് നിർത്തേണ്ടത്. സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ സെക്രട്ടറിയുടെ റോള് വഹിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് പഞ്ചായത്ത് അംഗങ്ങൾ സെക്രട്ടറിയെ ഉപരോധം ഏർപ്പെടുത്തിയത്.
പ്രതിപക്ഷ മെമ്പർമാരായ CV സജേഷ്, സരിത ബൈജു, സ്മിത ബിജു എന്നിവരും പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. ഇത് മാത്രമല്ല, ഇതിനു മുമ്പ് പല പ്രവർത്തനങ്ങളും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിലും പഞ്ചായത്ത് കമ്മിറ്റിയിൽ അത് തീരുമാനമെടുക്കുന്ന പ്രതിപക്ഷാംഗങ്ങൾ വേണമെങ്കിലും അത് ആ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അത് നല്ല ഭംഗി രീതിയിൽ നടത്താൻ ഇവിടെ കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജു നെടുവട്ടപ്പള്ളി സാധിച്ചിട്ടില്ല. ഇത് മാത്രമല്ല, തികച്ചും ഏകാധിപത്യം ഒരു രാഷ്ട്രീയ നിലപാടാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ പഞ്ചായത്ത് ഭരണസമിതിയിൽ നടത്തി വരുന്നത്. കൂടാതെ കക്ഷി രാഷ്ട്രീയഭേദമന്യേ എല്ലാവർക്കും പഞ്ചായത്ത് വികസനം എന്ന് പറഞ്ഞാൽ 17 വാർഡുകളിലെ വികസനമാണ് ഒരു പഞ്ചായത്തിന്റെ വികസനമായി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കാണിക്കേണ്ടത്. തികച്ചും ഭരണപക്ഷക്കാരുടെ വാർഡുകളിൽ മാത്രം പ്രവർത്തനങ്ങൾ നടത്തി പോരണമെന്ന് മാത്രം ഉദ്ദേശലക്ഷ്യമായി പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ് ശ്രീ ഷൈജൻ തോട്ടപ്പള്ളി. പഞ്ചായത്ത് സെക്രട്ടറിയുടെ അസാന്നിധ്യത്തിൽ LDF നേതാക്കൾ അസിസ്റ്റന്റ് സെക്രട്ടറിയെ കണ്ട് വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി. സെക്രട്ടറി ലിജോ അഗസ്റ്റിൻ ഓഫീസിലെത്തിയപ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ ഓഫീസ് ഉപരോധിക്കുകയും ചെയ്തു. ഭരണസമിതി ഏകാധിപത്യ നിലപാട് തുടർന്നാൽ ജനകീയ സമരം സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷം മുന്നറിയിപ്പ് നൽകി. സെക്രട്ടറിയുടെ അധികാരം വിനിയോഗിക്കുക. സെക്രട്ടറിയുടെ അധികാരം നിലനിർത്തുക. പഞ്ചായത്ത് പ്രസിഡന്റ് നീതി പാലിക്കുക. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.